ഇവൾക്കുണ്ടല്ലോ ഡെയിലി കൊറിയർക്കാർ വരില്ല പണി ഡെയിലി. പാകിസ്ഥാനേക്ക് ഓടി ഞാൻ എന്തായാലും പാകിസ്ഥാനിൽ അല്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ നിന്നിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇവിടെ അന്ന് പോകുന്നത് ഇതൊക്കെ പാടുണ്ടായിക്കണ്. മൂക്കിന് തലപ്പത്ത് നല്ല കുരു. ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുറച്ച് ടെൻഷൻ പിടിച്ച ദിവസമാണ് കേട്ടോ. അതാണ് എൻ്റെ മുഖത്തും ഒരു ടെൻഷന് ഉള്ളത്. ഇന്ന് നമ്മൾ എനിക്കിന്ന് വളാഞ്ചേരിക്ക് പോകണ്ടേ എൻ്റെ കാണല്ലേ ടെൻഷനൊന്നും. ഇത് രാവിലെ ഒരു 5-6 മണിക്ക് നീക്കും. 5-6 മണിക്ക് നീട്ടിട്ട് ഇങ്ങനെ തേരാപാറ നടക്കും. ഇതിൻ്റെ മുടിയൊക്കെ വെട്ടാൻ നീക്കണം. ഇപ്പോൾ ഷർട്ടില്ലാത്തതൊന്നും വീഡിയോയിൽ കൂട്ടൂല. അപ്പോൾ എന്തെന്ന് വെച്ചാലേ നമ്മൾ ഈ വോട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രശ്നങ്ങളല്ല, നമ്മൾ വോട്ടർ ലിസ്റ്റിൽ ചേർത്തേണ്ട ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ പേപ്പർ ഇരിക്കുന്നത് വളാഞ്ചേരിയിലാണല്ലോ എൻ്റെ വോട്ട്. വളാഞ്ചേരിയിലാണ് നമുക്ക് വോട്ടുള്ളത്. എൻ്റെ ആധാർ കാർഡും ഒക്കെ അത് ഞാനൊന്നും മാറ്റിയിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ആ പേപ്പർ പിന്നെ 18 വയസ്സിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. വെരി ഗുഡ്. അത് ഇച്ചിരി പാകിസ്ഥാനേക്ക് ഓടി. ഞാൻ എന്തായാലും പാകിസ്ഥാനിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പേപ്പർ അവരുടെ കയ്യിലാണ്. അവരാണെങ്കിൽ വളാഞ്ചേരിത്തെ വീട്ടിലും ഇല്ല. അപ്പോൾ പിന്നെ ആ പേപ്പറൊക്കെ സംഘടിപ്പിച്ചു. ഇനി വളാഞ്ചേരിക്ക് പോയിട്ട് അവിടുത്തെ BLO കൊണ്ട് ഒപ്പിടിപ്പിച്ച് ആ സെറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ട. ഫുൾ ഫോം എന്താ? ബ്ലോക്ക് സംതിങ് സാർ എന്തൊക്കെ പറഞ്ഞു തന്നു. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടിട്ടുള്ളൂ. എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറിയിട്ടേ ഈ മറ്റേ തല കറയും കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷൻ കയറില്ല. അവൽ സുബൈക്ക് നീറ്റ് വിശക്ക് ഒളിക്കുന്നിട്ട് തലറങ്ങണത് വിശക്കും. അപ്പോൾ ടെൻഷൻ കയറുമ്പോൾ കുറച്ച് വിശപ്പ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ സുഖമാണ്. സോ ഗൈസ് പറഞ്ഞു വന്നത് വിശപ്പ്. എങ്ങനെയാ? സോ ഗൈസ് പറഞ്ഞു വന്നത് അത് നമ്മളെ ഓണർ താത്തുകൂടി പോയി കേട്ടോ. നമ്മൾ അവർത്തൊന്ന് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ. അപ്പോൾ വിശപ്പല്ല പറഞ്ഞു വരുന്നത്. ഇന്ന് വളാഞ്ചേരിക്ക് പോകണം, BLO കാണണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എടുക്ക്. ഇന്നെന്താ അടിച്ചു? ഇവൾക്കുണ്ടല്ലോ ഡെയിലി കൊറിയർക്കാർ വരില്ല പണി ഡെയിലി. പിന്നെ കൊറിയർക്കാർ പോലും ഒഴിവില്ല. എന്ത് ആമസോണിന്നായാലും മീഷോന്നായാലും, പ്രത്യേകിച്ച് മീഷോന്നാണ് വരിക. കാരണം അതിലാണല്ലോ കുറച്ച് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുക. ആ മീഷോന്നാണ് ഡെയിലി സാധനങ്ങൾ വരിക. ഇപ്രാവശ്യം എന്താ വന്നിട്ടുണ്ട് എനിക്കും വലിയ പിടുത്തല്ല. അനക്ക് പിടുത്തല്ലാത്ത സാധനങ്ങൾ. നമ്മളിത് ഓപ്പൺ ചെയ്യട്ടെട്ടാ. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്, ഞാൻ വലുതായിട്ടൊന്നും മേടിക്കൂല. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം മാത്രമേ മേടിക്കുള്ളൂ. ഇത് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് ദൂർത്തടിച്ച് കളയല്ല. ഇത് ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. ഇതിൽ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഞാൻ തിരിച്ചയക്കൂല. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തിരിച്ചയക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നില്ല നമ്മൾ സ്റ്റാൻഡ്, കിച്ചണിലത്തെ സ്റ്റാൻഡ്. അത് നമ്മുടെ കിച്ചണിലെ സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മീഷോന്ന് സ്റ്റാൻഡ് വാങ്ങിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, എനിക്ക് ഓൾറെഡി സ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ എന്താ പറയുക, ഏപ്രൺ. ഇത് കോംബോ ഓഫറാണ് കേട്ടോ. ഇതിന്റെ സംഭവം ഇത് ഇവിടെ കൊടുക്കുക. അതിന്റെ വില 10-200 അങ്ങനെ എന്തോ ഒരു ചെറിയ വിലയേ ഉള്ളൂ. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ച് കേടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ റിട്ടേൺ അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇത് ഏപ്രൺ എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, നിന്റെ ഏപ്രൺ ഓപ്പൺ ചെയ്താ ഈ ഏപ്രൺ എന്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഏപ്രൺ ഉണ്ട്. ഈ ഒരു ഏപ്രണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഇത് വെള്ള കൈ തുറക്കാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫോണൊക്കെ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ നമ്മളെ വയറ്റത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ആവൂലേ, അപ്പോൾ അതൊന്നുമില്ല. ഇത് വാട്ടർ പ്രൂഫാണ്. ഏപ്രൺ ധരിച്ച് കാണിക്കൂ. ഏപ്രൺ ഇത് നമ്മളിതാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് കറക്റ്റ് സൈസാണ് കേട്ടോ. മറ്റേ കാട്ടിക്കും ഇതില്ലാത്ത ഇങ്ങനെ കറക്റ്റ് ഇത് പിന്നിലൊരു കെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് കൈയൊക്കെ തുറക്കാം. ഇവിടെ നമുക്ക് വല്ല സ്പൂണ് വല്ല ഫോണ് ഒക്കെ വെക്കാം. സ്പൂണൊന്നല്ല കേട്ടോ, ഫോണാണ് മെയിനായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ സ്റ്റാൻഡ്. ഇത് സ്റ്റാൻഡ് അല്ല, ഏപ്രൺ. നീയോട് കോംബോ ആകുമ്പോൾ രണ്ടുപേരും ഇട്ട് കാണിക്കണം. പിന്നെ മോൾ ഇടട്ടെ. ഇതിൽ എങ്ങനെ ഇറുക്കി കിട്ടുന്നത് എന്തിനാ? ഒരു ലൈറ്റ് കിട്ടിയാൽ പോരെ. അപ്പോൾ ഇതാണ് നമ്മളെ കോംബോ ഏപ്രൺ. നമുക്ക് നേരെ കിച്ചണിക്ക് പോയിട്ടേ ഉപ്മാവും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കട്ടെ. എന്നിട്ട് 10 മണിക്കാണ് എൻ്റെ ഓട്ടോ വരിക. 10 മണിക്കാണ് ഞാൻ വളാഞ്ചേരിയിൽ പോകുന്നത്. 12 to 10 ഇടയിലാണ് 10 to 12 12 to 10 അത്രേ. BLO അവിടെ 12 to 10 10 to 12 1 എന്തേലും ആവട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി വളരെ കുറവാണ്. ആ ഒരു സമയത്തിലാണ് BLO വളാഞ്ചേരി ഉണ്ടാവുക. 10 മണിക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് ജോലിയിലേക്ക് കിടക്കാം. ഞാനൊന്ന് കുറച്ച് ടെൻഷനിലായ കാരണം കൊണ്ട് ഞാനൊന്ന് ഉപ്മാവാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്ക് അസുഖം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, വീട്ടിൽ കുറേ ഗസ്റ്റുകൾ വരുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമ്മൾ ഉപ്മാവ്. നമ്മൾ റവ ആദ്യം വറുത്തിട്ട് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ടാണ് ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോയിൽ പലവട്ടം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാത്തത്. അങ്ങനെ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കണ്ടോ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു പയ്യനുണ്ട്, അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചിക്കനൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഈ ഒരു നിങ്ങളുടെ ഒക്കെ എല്ലാവരും പറയാറില്ലേ സ്കൂട്ടി പഠിക്കത്താന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യമൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഞാനൊരു വാഹനം പഠിക്കാൻ പോകാത്തത്. ശരിക്കും ഞാൻ എപ്പോഴും പുറത്ത് പോകണ ആളൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ എല്ലാവരുടെ കൈൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ എനിക്കൊരു സ്കൂട്ടി പഠിക്കാൻ പോകാനുള്ള ധൈര്യമല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കനും ചെറിയുള്ളിയും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്നുമോളെ തലമക്കാൻ ഇട്ടെടുക്കും. എന്നിട്ട് ഞാൻ വളാഞ്ചേരി പോകും. ഓയ് അടിപൊളി അതന്നെ. അപ്പോൾ ഇത് ഇന്നുമോളി ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളും. ഞാൻ 10 മണിയാകുമ്പോൾ ഞാൻ പോകും. അപ്പോൾ അവിടെ ഉപ്മാവ് ഉണ്ടാക്കിക്കണം. ഇനി ഒരു പഴം കൂടി പുഴുങ്ങണം, നല്ലൊരു പാൽച്ചായ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചായ കുടിക്കണം. ഇനി അടുത്ത പരിപാടി അതാണ്. നമ്മൾ കുറേ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മളെ എഗ് റാക്കിൽ അടക്കി വെക്കണം കേട്ടോ. നമ്മൾ ഈ എഗ് റാക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എത്ര 30 മുട്ട അടക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നല്ല വലിയ മുട്ടകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇന്നുമോള് വാങ്ങിച്ചു കൊടുത്തിരുന്ന മുട്ട കിളിമുട്ടയായിരുന്നു. ഇത് നല്ല വലിയ എഗ്സ്. നമുക്കിത് അടക്കി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്മാവ്, മുട്ട, പഴം, ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കൂടാതെ നല്ല അടിപൊളി കട്ടൻ ചായ. നമ്മുടെ വീഡിയോയിലേ പലപ്പോഴും കമൻറ്റ് വരാറുണ്ട്, നിങ്ങളെന്താ എപ്പോഴും കട്ടൻ ചായ ഉണ്ടാക്കുന്നത്, എന്തായാലും പാൽ ചായ കുടിക്കാത്തതെന്നൊക്കെ. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയ കട്ടൻ ചായ കുടിക്കുന്ന സുഖം പാൽ ചായക്ക് കിട്ടും എന്നൊക്കെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒപ്പീനിയനാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് റൂമിത്തെ പീലി പറയാറുണ്ട്, അവൾക്ക് രാവിലെ ഒരു നല്ല രസമുള്ളൊരു പാൽ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം മോശമാണെന്ന്. എനിക്കാണെങ്കിൽ 10-11 മണി അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെയാണ് എനിക്ക് പാൽ ചായ കുടിക്കാൻ ഇഷ്ടം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ കുടിക്കാനാണ് ഇഷ്ടം. അതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കട്ടൻ ചായ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 9:10 10 മണിക്കാണ് വളാഞ്ചേരിക്ക് പോകാൻ വണ്ടി തരാം. അപ്പോൾ നമ്മൾ സെറ്റൊക്കെ നോക്കട്ടെ. ആ കുട്ടിയുടെ കൂടെ പോയിക്കോ. ഓക്കെ, അങ്ങനെ നമ്മുടെ പാൽക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോവാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഈ പണ്ടിട്ട് ഇന്നുമോള് സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ തന്നിരുന്നു. പിന്നെ ഓളിന് കണ്ട വന്നു കളിക്കും. ഇനിയിപ്പോൾ എപ്പോഴും തവന് കണ്ട വന്നിരിക്കും. ഗൈസ്, ഞങ്ങളവിടെ ഡിസംബർ ആയിട്ട് മഞ്ഞമാസമായിക്കണം. കോട ഇറങ്ങിയിരിക്കുകയാണ് കൂടിയിരിക്കുകയാണ് നമ്മളെ ഇവിടെ മുഴുവനും. എടാ കോടയോടെ നടക്കുമ്പോൾ സൂക്ഷിക്കണേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ വളാഞ്ചേരിക്ക് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കണം. അപ്പോഴുള്ളൂ ഇനി മാനസിക സമ്മർദ്ദം കുറയുള്ളൂ. ഇന്ന് ഭയങ്കര മാനസിക സമ്മർദ്ദം പിടിച്ച ദിവസമാണ്. ഞാൻ പോവാണ്. ഇവിടെ ഇന്നുമോൾ ഒറ്റക്കുള്ളൂ. ഇന്നുമോൾ മറ്റേ ആരിലും നിന്ന് ഡോറ് കിട്ടുമ്പോൾ ടപ്പയും തുറക്കരുത്. ഇവിടെ ആരും ഇല്ലാത്ത പോലെ ഇരിക്കും. ഞാൻ മുണ്ടൂല. ആയിക്കോട്ടെ, ശരി. ഇന്ന് 10 മണി മുതലേ 12 മണി വരെ നമ്മൾ താമസിച്ചിരുന്ന വീടില്ലേ, അതിൻ്റെ ഏകദേശം അടുത്ത് BLO ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ എൻ്റെ പേപ്പർ സൈൻ ചെയ്യിപ്പിക്കാനാണ് പോണത് കേട്ടോ. സംഗതി ഞാൻ പേപ്പേഴ്സ് ഒന്നും ഫില്ല് ചെയ്യാതെയാണ് പോയിക്കുന്നത്. ഞാൻ പോണ വഴിക്ക് അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ്. കാരണം അത് വളാഞ്ചേരിയിൽ അവരുണ്ടായിരുന്നില്ലേ, അവരെ കയ്യിലായിരുന്നു എൻ്റെ വോട്ടർ ലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ അവരവിടുന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ഞാനതിൻ്റെ കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ കുഞ്ഞാപ്പ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പനെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ. അല്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഞാൻ BLOനെ കണ്ടു. അല്ല BLOനെ കണ്ടില്ല, പേപ്പറൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുഞ്ഞാപ്പയാണ് കേട്ടോ. കുഞ്ഞാപ്പ പിന്നെ വന്ന് ഹെൽപ്പാക്കി കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി കൊടുത്തു ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാപ്പാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അല്ല പിന്നെ എന്നാ പിന്നെ ബട്ടർ ആണത്. ബട്ടറല്ല, ഇത് ഒരു തരം പിന്നെ നാരങ്ങയാണ്. രസമായിട്ട്. പിന്നെ ഞാനവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. കുഞ്ഞാമ്മ എനിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നു.
പിന്നെ അവരിങ്ങനെ ചോദിച്ചു അവരാരും വിളിക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ബാക്കി ആരും വിളിക്കാറില്ല, കോണ്ടാക്ട് ചെയ്യാറില്ല എന്നൊക്കെ ഞാനും പറഞ്ഞു. അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് കുത്തിയിട്ടൊന്നും ആരും ചോദിക്കൂല കേട്ടോ. കാരണം ഞാൻ പോകാനുള്ള സിറ്റുവേഷൻ ഇവിടെ ഏറെക്കുറെ എല്ലാവർക്കും അറിയണ കാരണം കൊണ്ട് ആരും നമ്മളങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. ശരി കുഞ്ഞമ്മ, ഞാൻ പിള്ളേർക്ക് കാണാം ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് നിങ്ങൾ വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അതൊക്കെ ഒന്നിങ്ങനെ കണ്ടു കേട്ടോ. ഈ സ്ഥലങ്ങൾ എത്ര കണ്ടാലും എനിക്ക് പിന്നെയും കാണാൻ തോന്നും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വീട് ചിലപ്പോൾ ഈ വീടായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്ത സ്ഥലങ്ങളും വഴികളും വീടും ഒക്കെയുള്ള ഈ പരിസരത്ത് എല്ലാ വീട്ടിലും നമ്മൾ സ്ക്രിപ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊരു മായാത്ര ഓർമ്മകളാണ് കേട്ടോ ഈ വീടും ഒരു പരിസരമൊക്കെ. ഇനി ഇവിടെ നിന്നിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇവിടെ നമ്മളെ ഈ നാട്ടിൽ എല്ലാവരും BLO കാണാൻ പോയ കാരണം കൊണ്ട് ഈ നാട്ടിൽ ആരും ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നമ്മൾ ഞാൻ രാവിലെ ഇന്നുമോൾക്ക് നല്ല കോഴി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നുമോൾ നല്ല കോഴിച്ചാറ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കോഴിച്ചാറും ചോറും കൂട്ടി ഫുഡ് കഴിച്ചൊന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സായിക്കുട്ട സ്കൂളിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട്. സായിക്കുട്ട സ്കൂളിലേക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കൂടി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് പറ്റി മാറ്റുന്നതൊരു കൺഫ്യൂഷനാണ്. ഞാൻ മാറ്റിയേക്കാം. അങ്ങനെ ഗായ്സ്, ഞാൻ എൻ്റെ രാവിലത്തെ ഡ്രസ്സിങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മളെ ഇന്നുമോൾ എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നേ? നെയ്ച്ചോറ് പോലെ നമുക്ക് തോന്നുന്ന ഒരു തരം ചോറ്, പിന്നെ ദാല് കറി ഉണ്ട്, പിന്നെ നല്ല കോഴി, ഒരു വേവാത്ത കോഴി ഉണ്ട്. വേവാത്തൊന്നല്ല, വെന്തളിഞ്ഞിക്കണ്. എന്താണ് വെന്തളിഞ്ഞിക്കുന്നത്? വറ്റിക്കാൻ നിൽക്കല്ല, ചിക്കൻ പൊടിഞ്ഞു പോകുന്നുണ്ട്. കോഴിക്കൊരു വേവ് പോരാ ഉണ്ട്. ആ വേവാത്ത കോഴിയെങ്കിൽ വേവാത്ത കോഴി തിന്നല്ല. അപ്പം എന്താ കാട്ടണം ഗൈസ്? ഇപ്പോൾ ഈ കോഴി ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഞാൻ ബീഫ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ കോഴിൻ്റെ കൈ കിട്ടൂല എനിക്ക്. ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ ഞാൻ ഒരു ഇങ്ങനെ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ നല്ല എരിവിലുണ്ടാക്കും. കാരണം നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ നല്ല എരിവ് മസാല ചേർത്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ അതിനൊരു പച്ചച്ച കൊടുക്കും. നമ്മൾ നല്ല മസാല കൊടുത്ത് ഈ നോൺ വെജ് ഇങ്ങനെ കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് ഒന്ന് എരിയണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ചിക്കൻ ഉണ്ടാക്കാൻ പഠിക്കും. ഇതിന് ആ ഒരു എരിവില്ല, അതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക്. നല്ല സാധന, നല്ല വിഷക്കുണ്ട്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ സായിക്കുട്ടി ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് സമയപ്പോഴേ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാണ് കേട്ടോ. ഇവിടെ സായിക്കുട്ടി ട്യൂഷന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സായിക്കുട്ടിനെ കൊണ്ടുപോകണില്ല, അവർക്ക് ട്യൂഷനുള്ള സമയമാണ് ഈ സമയം. നമുക്ക് നാളെ പട്ടാമ്പിയിൽ നിന്ന് എല്ലാവരും വിരുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം. അല്ലല്ലോ നോയ് പറയാം. ഞങ്ങൾ വന്നിട്ട് ആരെ ചോദിച്ചിട്ട് അടച്ചാൽ മതി കേട്ടോ. കുറേ കാലം ഞങ്ങൾ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടിട്ട് പറഞ്ഞത് നാളുണ്ടോ ഉണക്ക്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ട് വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്കേ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സെറിലാക്ക് എത്ര കഷ്ടപ്പെട്ട തന്നിന്നറിയാം, കുത്തി തിരികെ തരികയെന്ന്. ഇപ്പം എനിക്ക് സെറിലാക്ക് നടന്നങ്ങട്ട്. അനക്ക് എന്ത് ഡയറ്റാണ്? ഡയറ്റില്ലേ ശിവ? നടന്ന നടക്ക് അതിനുള്ളിൽ ശ്രമിച്ചോ. ഇന്ന് രാത്രി നൂഡിൽസ്. ഏത്? എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി നെയ്ച്ചോറും പാളിപ്പോയ കാരണം നൂഡിൽസ് ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. ഏത് ഐസ്ക്രീം വാങ്ങിക്കോ? നമ്മൾ ഏത് അരുണ്ട് ഐസ്ക്രീം ഏതാ വാങ്ങിക്കാം? ഏത്? ഞാൻ കൊടുത്തെടുക്കാം. ആ ഓക്കെ, എനിക്കൊരു കുളിപ്പി. കുട്ടിക്ക് എന്തെടുക്കാം? കുട്ടിക്ക് എന്ത് കൊടുക്കാം? ഓക്കെ. ഗായ്സ് നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എൻ്റെ 2 മക്കൾ എല്ലാം അടുത്ത് വെക്കും. ആയ കാലത്ത് 2 മക്കളുണ്ടാക്കിയ കാരണം കൊണ്ടേ ഇപ്പം സമ്പത്ത് കാലത്ത് എന്താ 2 മക്കൾ ഉണ്ടാക്കിയില്ലേ? ഇന്ന് 2 മക്കളത്തെ കൊണ്ടാക്കും. 2 മക്കൾ കൊണ്ടുവയ്ക്കി ഇതെല്ലാം എല്ലായിടത്തും അടക്കി വെക്കും. കാരണം ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയി ഞാനല്ല ഉണ്ടാക്കിയത്. അതാ ദപ്പം
പറ്റിയ മുതലല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ മച്ചും ഞങ്ങൾ 5 മക്കളും പേരക്കുട്ടികളും ഒക്കെ ആകപ്പാടും ജഗ പുകയേക്കാൻ ഇവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുകൊണ്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.